റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബാണാസുര സാഗർ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അപ്പോൾ അവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുള്ള ക്യാമ്പ് ഫയർ കൊടുക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാണാസുര ഹിൽസും അതേപോലെ തന്നെ ചിറപ്പുൽ ആ ഒരു ഏരിയ, പിന്നെ അതേപോലെ തന്നെ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ ചെറിയൊരു ഭാഗവും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു സൈഡിലായിട്ടാണ് അവർ മെയിനായിട്ട് പിന്നെ ക്യാമ്പ് ഫയർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അടുത്തൊന്നും വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അടിപൊളി 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, അതും ലോ ബഡ്ജറ്റിലുള്ളത്. ഇവിടെ കപ്പിൾസ് ആണെങ്കിലും ശരി, ബാച്ചിലേഴ്സ് ആണെങ്കിലും ശരി, ഫാമിലി ആണെങ്കിലും ശരി, 3 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേരെ ചെന്നിട്ട് ആ ഒരു വില്ലയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ വില്ലയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും ഇവിടെ ആവശ്യത്തിന് വലുപ്പമുള്ളൊരു പൂൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ സ്പേസും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൂളിന് തൊട്ട് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിലും വളരെ നല്ല രീതിയിൽ സൗകര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പൂളിനെ ഫേസ് ചെയ്തിട്ട് ഒരു സ്വിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തൊന്നും വേറെ വീടുകളില്ലാത്തത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഫുൾ സൈലൻറ്റും അതേപോലെ തന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 2 ബെഡ്റൂം കോട്ടേജ്. ചെറിയൊരു ഹാൾ ഉൾപ്പെടെയുള്ള ഒരു കുഞ്ഞ് കോട്ടേജാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമ്പ് ഫയർ കൊടുക്കുന്ന ഏരിയ പുറത്താണെന്നുള്ളത്. ഇനി നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെയും നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരുന്നത്. കോട്ടേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യം അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ടുപോയിടുക. പിന്നെ ചിക്കൻ, അതായത് ബാർബിക്യൂ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിക്കനും ചാർക്കോളും മസാലയൊക്കെ കൊണ്ടുവരുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ബാക്കി എല്ലാ സൗകര്യങ്ങളും അവരിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ വ്യൂ നല്ല രീതിയിൽ ആസ്വദിക്കാനും പറ്റും. അതിന് പുറമെ ബാണ ഹിൽസിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിലൊരു പോയിന്റിലാണ് അവർ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൂമും മറ്റു കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം.